എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഒരു സ്കിൻ കെയർ വീഡിയോ ആണ്. നമുക്കിപ്പോൾ ഈ വേനൽക്കാലത്തൊക്കെ പുറത്തിറങ്ങുമ്പോൾ നന്നായിട്ട് സ്കിൻ ടാൻ അടിക്കൂലേ. അപ്പോൾ ആ ടാനൊക്കെ മാറി നല്ല സ്കിൻ നന്നായിട്ട് ബ്രൈറ്റൻ ചെയ്യുന്നതിന് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഫേസ് പാക്കാണ് ഇന്നത്തെ വീഡിയോ പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ ഇത് നമുക്ക് വീട്ടിലുള്ള സിമ്പിളായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഫേസ് പാക്കാണ്. നമുക്ക് സ്കിൻ നന്നായിട്ട് ബ്രൈറ്റൻ ചെയ്യാനും അതുപോലെ തന്നെ ടാൻ അകറ്റാനും സ്കിന്നിലെ ചുളിവുകൾ മാറാനൊക്കെ വളരെയേറെ ഹെൽപ്പ് ചെയ്യും. പിന്നെ നമ്മുടെ സ്കിൻ നന്നായിട്ടൊന്ന് ടൈറ്റൻ ചെയ്യാനും ഈ ഒരു പായ്ക്ക് ഹെൽപ്പ് ചെയ്യുന്നതാണ് കേട്ടോ. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നതെന്നും ഉപയോഗിക്കുന്നതെന്നും നമുക്ക് നോക്കാം. വേഗം തന്നെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഇതിനായിട്ട് നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പൊട്ടറ്റോയും ടൊമാറ്റോയും ആണ്. അപ്പോൾ ഞാൻ ഒരു പൊട്ടറ്റോയുടെ ഒരു 1/4 ഭാഗം മതിയാകും. അതിൻ്റെ സ്കിന്നൊക്കെ ഒന്ന് പീൽ ചെയ്തെടുക്കുക. അപ്പോൾ ഞാനിവിടെ ഒരു അരമുറി എടുത്തിട്ടുണ്ട്. ഇത് മുഴുവൻ നമുക്ക് വേണ്ട. അതുപോലെ തന്നെ ടൊമാറ്റോ എന്ന് പറഞ്ഞാൽ ഒരു ചെറിയൊരു ടൊമാറ്റോയുടെ പകുതി എടുത്താൽ മതിയാകും കേട്ടോ. അപ്പോൾ പൊട്ടറ്റോ നമുക്ക് ഇതുപോലെ ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കാം. ഇങ്ങനെ ഗ്രേറ്റ് ചെയ്തെടുത്തിട്ട് പിഴിഞ്ഞ് അതിൻ്റെ നീരെടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെ എടുക്കുമ്പോൾ നമുക്ക് വെള്ളമൊന്നും ചേർക്കാതെ നല്ല പൊട്ടറ്റോ ജ്യൂസ് നന്നായിട്ട് കിട്ടും. അല്ലാതെ വെള്ളം ചേർത്ത് അരച്ചെടുക്കുമ്പോൾ നമുക്ക് അതിൻ്റെ റിസൾട്ട് മാറ്റം വരും. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ തന്നെ എടുക്കാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ നമ്മൾ ടൊമാറ്റോയും നന്നായിട്ടൊന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കുക. ടൊമാറ്റോ ഗ്രേറ്റ് ചെയ്തെടുക്കണം വേറൊന്നുമല്ല, നമുക്കതിൻ്റെ ഉള്ളിലത്തെ പൾപ്പ് മാക്സിമം കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇങ്ങനെ ആകുമ്പോൾ നന്നായിട്ട് അതിൻ്റെ പൾപ്പ് കിട്ടും. അപ്പോൾ അതാ നമ്മുടെ ജ്യൂസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഒരു പൊട്ടറ്റോയുടെ 1/4 ഭാഗം മതി എന്ന് ഞാൻ പറഞ്ഞായിരുന്നല്ലോ. അപ്പോൾ ഗ്രേറ്റ് ചെയ്ത് വെച്ചതിൻ്റെ ഒരു പകുതി എടുത്തിട്ട് നമുക്കതാ ഇങ്ങനെ ഒന്ന് പിഴിഞ്ഞു കൊടുക്കാം. അപ്പോൾ അതിൻ്റെ ജ്യൂസ് മാത്രമായിട്ട് നമുക്ക് സെപ്പറേറ്റ് ചെയ്ത് കിട്ടും. ഇനിയിപ്പം നമുക്ക് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കണമെന്ന് പറഞ്ഞാൽ മുൾട്ടാണി മിട്ടിയാണ്. മുൾട്ടാണി മിട്ടി നമ്മുടെ സ്കിൻ നന്നായിട്ട് ടൈറ്റൻ ചെയ്യുന്നതിനും അതുപോലെ തന്നെ ഓയിലൊക്കെ നന്നായിട്ട് അബ്സോർബ് ചെയ്തെടുക്കുന്നതിനൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ്. അതിനോടൊപ്പം തന്നെ കടലമാവാണ് ചേർക്കുന്നത്. കടലമാവും സെയിം ഇതാണ്. അതായത് നമ്മുടെ സ്കിന്നിൽ ഓയിൽ അബ്സോർബ് ചെയ്യും, അതുപോലെ തന്നെ ക്ലെൻസ് ചെയ്യും, സ്കിൻ നന്നായിട്ട് ബ്രൈറ്റൻ ചെയ്യുന്നതിനും ഒക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ് കടലമാവ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് രണ്ടും കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനിയിപ്പോൾ നമ്മൾ ചേർക്കണമെന്ന് പറഞ്ഞാൽ ലെമൺ ജ്യൂസാണ്. അപ്പോൾ 1 ടീസ്പൂൺ ലെമൺ ജ്യൂസ് ചേർത്ത് കൊടുക്കാം. അതായത് കടലമാവും അതുപോലെ തന്നെ മുൾട്ടാണി മിട്ടിയും നമ്മൾ 1/2 ടീസ്പൂൺ വെച്ചാണ് എടുത്തേക്കണേ. ഇനി 1 ടീസ്പൂൺ ലെമൺ ജ്യൂസും കൂടി മിക്സ് ചെയ്യുക. അപ്പോൾ ഈ ലെമൺ ജ്യൂസ് നമ്മുടെ സ്കിന്നിലെ ടാൻ അകറ്റാൻ വളരെയേറെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇൻസ്റ്റൻ്റായിട്ട് നമുക്ക് സ്കിന്നൊന്ന് ഗ്ലോയിങ് ആയിട്ടിരിക്കാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നൊരു ഇൻഗ്രീഡിയൻ്റ് ആണ്. വൈറ്റമിൻ സി ധാരാളമായിട്ട് അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇത്രയാണ് നമ്മുടെ പായ്ക്കിന് വേണ്ടുന്നതെന്ന് പറഞ്ഞാൽ. അപ്പോൾ ഇതിനകത്ത് നമ്മളിപ്പോൾ നാച്ചുറൽ ഇൻഗ്രീഡിയൻ്റ് ആണ് എങ്കിൽ പോലും എല്ലാവർക്കും ഇത് പറ്റണമെന്നില്ല. അപ്പോൾ എല്ലാവരും ആദ്യമായിട്ടൊക്കെ യൂസ് ചെയ്യുന്നവർ ഒന്ന് അലർജി ടെസ്റ്റ് ചെയ്ത് നോക്കുക. അലർജി ഒന്നും ഇല്ല എന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം ഫേസിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ നെക്കിൻ്റെ സൈഡിലൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് അലർജി ഇല്ല എന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം ഫേസിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇൻഗ്രീഡിയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. നല്ല എഫക്റ്റ് തരുന്നൊരു പായ്ക്കാണ്. നമ്മളിത് എന്നും യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. ഒന്നിടവിട്ട ദിവസങ്ങളിൽ ഇത് നമ്മൾ ഫേസിൽ അപ്ലൈ ചെയ്താൽ മതിയാകും. അപ്പോൾ ഈ ഒരു പായ്ക്ക് നമുക്ക് പ്രത്യേകിച്ച് ഇപ്പോൾ പുറത്തൊക്കെ പോയിട്ട് നമ്മൾ ഫേസിലൊക്കെ വെയിലേറ്റ് കരുവാളിച്ചൊക്കെ വരുന്ന സമയത്ത് നമ്മളിത് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ നമ്മുടെ കരുവാളിപ്പൊക്കെ മാറിക്കിട്ടാൻ ഹെൽപ്പ് ചെയ്യുന്നൊരു പായ്ക്കാണ്. അപ്പോൾ നമ്മൾ നല്ല തിക്ക് ലെയറായിട്ട് ഫേസിലും നെക്കിലും ഒക്കെ അപ്ലൈ ചെയ്തിട്ട് അത്യാവശ്യം ഒന്ന് ഉണങ്ങാനായിട്ട് വെയിറ്റ് ചെയ്യുക. അതായത് ഒരുപാട് ഉണങ്ങി വലിഞ്ഞു മുറുകി ഉണങ്ങുന്നോടം വരെ വെയിറ്റ് ചെയ്യരുത്. ഒരു 80% ഉണങ്ങി കഴിയുമ്പോൾ നമുക്കിത് വാഷ് ചെയ്ത് കളയാം കേട്ടോ. അപ്പോൾ ഞാൻ നെക്കിലും ഫേസിലും ഒക്കെ നന്നായിട്ട് അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഇനി ഒന്ന് ഡ്രൈ ആയിട്ട് വരാം. അപ്പോൾ അത്യാവശ്യം ഒന്ന് ഡ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അല്പം വെള്ളം എടുത്ത് നമുക്കത് ഇതുപോലെ ഒന്ന് ഫേസിലേക്ക് ഒന്ന് ഡാബ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഫേസ് ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അതിനുശേഷം നമുക്ക് നോർമൽ വാട്ടറിൽ വാഷ് ചെയ്ത് കളയാവുന്നതാണ്. പിന്നെ വാഷ് ചെയ്തതിന് ശേഷം ഒരു മോയ്സ്ചറൈസിങ് ക്രീം നമ്മൾ ഫേസിൽ അപ്ലൈ ചെയ്യുന്നത് നല്ലതാണ്. അപ്പോൾ ഇതാ ഫേസ് നന്നായിട്ടൊന്ന് വാഷ് ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതാ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് അറിയിക്കുക. അതുപോലെ തന്നെ വീഡിയോ മറ്റുള്ളവരിലേക്ക് എത്തുന്ന ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നല്ലൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്